ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മുടെ അടുക്കള തോട്ടങ്ങൾ കൃഷി ചെയ്യുന്ന എല്ലാ പച്ചക്കറികളിലും നല്ല രീതിയിൽ വിളവ് കിട്ടാനും ഒരുപാട് കായകൾ പറിച്ചെടുക്കാനും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ മരുന്നുകളാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത്? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഇതിന് വേണ്ടിയുള്ള മരുന്നുകൾ നമുക്ക് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു കൊച്ചു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന മരുന്ന് നമ്മൾ തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പല കീടങ്ങളുടെ ശല്യം മാറ്റിയെടുക്കാനും പിന്നെ കൂടാതെ ഒരുപാട് പെൺപൂക്കൾ നമ്മുടെ ചെടിയിൽ വിരിഞ്ഞ് ഇറങ്ങാനും അതെല്ലാം കായായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് പെൺപൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എന്തെങ്കിലും പ്രത്യേക ഹോർമോണുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു മരുന്ന് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന പാൽക്കായാണ് ഒന്നാമത് വേണ്ടത്. പാൽക്കായ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ചെറിയൊരു കഷ്ണം പാൽക്കായ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 500 ml കഞ്ഞിവെള്ളം നമ്മൾ എടുക്കണം. 500 ml കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു കഷ്ണം പാൽക്കായ നന്നായിട്ട് ലയിപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് ലയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് ഒരു 500 ml പച്ചവെള്ളം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ പച്ചവെള്ളവും കഞ്ഞിവെള്ളവും ഈ ഒരു പാൽക്കായം കൂടി നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇത് അരിച്ച ശേഷം നമ്മുടെ സ്പ്രേയിൽ ഒഴിക്കുക. സ്പ്രേയിൽ ഒഴിച്ച ശേഷം നമ്മുടെ ചെടികളിൽ, നമ്മുടെ പച്ചക്കറികളിലെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. പകൽ സമയങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. വൈകുന്നേരങ്ങളിൽ ഒരു 5 മണിക്ക് ശേഷം ഒരു സൂര്യൻ അസ്തമിക്കാറായ സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെടികൾക്ക് ദാഗിന്യം ചെയ്യാൻ സാധിക്കും. ചെടിയിൽ സ്പ്രേ ചെയ്യുന്ന സമയങ്ങളിൽ ഇലകൾക്കടിയിലും അതുപോലെ തന്നെ തളിരിലകളിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊള്ളിക്കുക. അപ്പോൾ ഇങ്ങനെ കൊള്ളിച്ച് കഴിഞ്ഞാൽ പിന്നീട് ചെടിക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാനും പുതിയ ഒരുപാട് പെൺപൂക്കൾ ചെടിയിൽ ഉണ്ടാവാനും അതെല്ലാം കായായിട്ട് മാറാനും സഹായിക്കും. പച്ചക്കറികളായിട്ടുള്ള ഈ പാവലും പടവലത്തിലൊക്കെ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിറയെ കായകൾ ഉണ്ടാവുന്ന കണ്ടുണ്ട്. അതുപോലെ തന്നെ ഇളവൻ, അതുപോലെ തന്നെ മത്തന്, ഇതിലൊക്കെ നന്നായിട്ട് കായപ്പെടുത്താൻ വേണ്ടി ഇത് ഒരുപാട് സഹായിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിലുണ്ടാവുന്ന കീടങ്ങളുടെ ശല്യം കുറച്ച് കൊണ്ടുവരാനും നിലവിൽ എന്തെങ്കിലും കീടങ്ങളുടെ മുട്ടകൾ നമ്മുടെ ഈ ഒരു ചെടിയുടെ ഇലകൾക്കടിയിൽ പതിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവ മുട്ടയിട്ട് പോയിട്ടുണ്ടെങ്കിൽ മുട്ടകൾ നശിപ്പിച്ച് കളയാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ ചെടിയിൽ കീടങ്ങളുടെ ശല്യം വലിയ തോതിൽ കുറച്ച് കൊണ്ടുവരാൻ ഈ ഒരു മരുന്ന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മളിത് ചെയ്ത് ഒരു 15-20 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു കൂടി നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടായി വരുന്നത്, നിറയെ കായകൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ പൂക്കളുടെ പൂക്കൊഴിച്ചിലെല്ലാം കുറഞ്ഞ് പൂക്കൊഴിച്ചിലെല്ലാം സ്റ്റോപ്പായിട്ട് എല്ലാ പൂക്കളും കായായിട്ട് മാറുന്നതും പിന്നെ ഇല മടക്കുകൾക്കിടയിൽ നിന്ന് പുതിയ പൂക്കൾ ഉണ്ടാവുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്ഫലം നമ്മുടെ ചെടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി പേർക്കുള്ളൊരു പ്രശ്നമാണ് ഈ പാവലിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, അതിൽ പൂക്കൾ വിരിഞ്ഞ ശേഷം ചെറിയ കുഞ്ഞു കായകൾ ഉണ്ടാകുന്നുണ്ട്, അതെല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാനും ഇത് നമുക്ക് ചെയ്യാം. നമ്മൾ ഈ പാവൽ വിരിഞ്ഞ് ഇറങ്ങുന്ന സമയങ്ങളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പവർഫുള്ളാണ്. നമ്മുടെ കായലേക്ക് പിന്നെ കായ്ച്ചകളുടെ ശല്യമൊന്നും വല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ചെടിയിൽ ഈ കുഞ്ഞു കായകളെല്ലാം വിരിഞ്ഞ് വലിയ കായകളായിട്ട് മാറുകയും ചെയ്യും. ഈ കായലൊന്നും പിന്നെ പുഴുക്കളുടെ ശല്യമോ അല്ലെങ്കിൽ മറ്റുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു പാൽക്കായ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങാടി മരുന്നുകൾ വിൽക്കുന്ന കടയിലും അതുപോലെ ഗ്രോസറി കടകളിലൊക്കെ നമുക്ക് ഈ പാൽക്കായം കിട്ടും. പാൽക്കായത്തിന് പകരം നമ്മൾ സാമ്പാർ കായം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. സാമ്പാർ കായം പാൽക്കായം രണ്ടും രണ്ടാണ്. അപ്പോൾ പാൽക്കായം തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 2 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചെടിയിൽ ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി പാൽക്കായം എടുക്കുന്ന സമയത്ത് അളവ് കൂടാതിരിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. ഒരുപാട് അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ദോഷമാണ്. അപ്പോൾ എന്ത് സാധനം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദോഷം തന്നെയാണ്. അതുപോലെ തന്നെ പാൽക്കായം നമ്മൾ കുറഞ്ഞ അളവിലെടുക്കുക. അപ്പോൾ നമുക്ക് അടുക്കള തോട്ടത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇഷ്ടം പോലെ പറിച്ചെടുക്കാൻ ഈ ഒരു കാര്യം കൊണ്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് തന്നെയാണ്. നമുക്ക് ജൈവമായിട്ട് ഓർഗാനിക്കായിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.